നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണത്തിന് വൻ ഇടിവ്. 24,000 രൂപയാണ് വിലയിൽ വന്ന കുറവ്. വിൽക്കാനും വാങ്ങാനും ആളുകളുടെ തിരക്ക്, കച്ചവടക്കാരും ഹാപ്പി. കഴിഞ്ഞ വാരം സ്വർണ്ണവിലയിലുണ്ടായ കനത്ത ഇടിവ് സംസ്ഥാനത്തെ സ്വർണ്ണാഭരണ വിപണിക്ക് ആവേശം പകരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധം മുറുകിയതും അമേരിക്കയിൽ പലിശ കുറയില്ലെന്ന സൂചനയുമാണ് സ്വർണ്ണവില തകർത്തത്. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ വാരം സ്വർണ്ണവില ഔൺസിന് 12% ഇടിഞ്ഞ് $4,490 വെള്ളിയാഴ്ച വില 3% ഇടിഞ്ഞു. 43 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര വില തകർച്ചയാണ് കഴിഞ്ഞ ആഴ്ചയുണ്ടായത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം തുടങ്ങിയതിനു ശേഷം എല്ലാ വാരങ്ങളിലും തുടർച്ചയായ സ്വർണം തിരിച്ചടി നേരിട്ടു. യുദ്ധത്തിൻ്റെ ആശങ്കയിലുണ്ടായ വില തകർച്ച വിപുലമായ അവസരമാണ് നിക്ഷേപകർക്ക് ഒരുക്കുന്നതെന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ തിരക്കേറിയെന്നും അവർ കൂട്ടിച്ചേർത്തു. വിലയിടിവിന് പിന്നിൽ ഒന്നാമത്തെ കാരണം പശ്ചിമേഷ്യൻ യുദ്ധം മുറുകിയതോടെ ആഗോള നിക്ഷേപകർ സ്വർണം വിറ്റഴിച്ച് പണം ക്രൂഡ് ഓയിൽ, ഡോളർ, US ബോണ്ടുകൾ എന്നിവയിലേക്ക് മാറ്റുന്നു. രണ്ടാമത്തെ കാരണം വില കുറയാനുള്ളത് ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പ് നാണയപ്പെരുപ്പം കൂട്ടുന്നതിനാൽ അമേരിക്കയിൽ പലിശ നിരക്ക് ഉടനെ കുറയില്ലെന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ്റെ പ്രഖ്യാപനം. മൂന്നാമത്തെ കാരണം ഇന്ധന അനിശ്ചിതത്വവും കറണ്ട് അക്കൗണ്ട് കമ്മിയും മറികടക്കാൻ വിവിധ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വിറ്റഴിച്ച് വിദേശ നാണയ ശേഖരത്തിൽ ഡോളർ ചേർക്കുന്നു. നാലാമത്തെ കാരണം യുദ്ധം നീളുന്നതിനാൽ നാണയപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്കുകൾ വായ്പകളുടെ പലിശ കുറയ്ക്കുമെന്ന ആശങ്കയിൽ സ്വർണത്തിന് പ്രിയം കുറയുന്നു. ഇനിയും വില കുറഞ്ഞേക്കാം. യുദ്ധ തീവ്രത കൂടുന്നതിനാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിൽ സമ്മർദ്ദം നേരിട്ടേക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യാന്തര വില ഔൺസിന് $4,000 വരെയും താഴുമെന്നാണ് പ്രവചനം. ഇതോടെ കേരളത്തിൽ പവൻ വില 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എത്തിയേക്കും. മാർച്ചിൽ പവൻ വിലയിലുണ്ടായ ഇടിവ് 19,880 രൂപയായിരുന്നു. വിലയിടിവ് താൽക്കാലികമാണെന്ന സൂചനകൾ ശക്തമാണ്. ഇപ്പോഴത്തേത് താൽക്കാലിക തിരുത്തലാണ്, ട്രെൻഡ് റിവേഴ്സൽ അല്ല എന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ സ്വർണത്തിനിപ്പോൾ ഓരോ ദിവസം വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.